പത്തനംതിട്ടയിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുന്നു. നദികളിൽ ജലനിരപ്പ് ഉയർന്ന നിലയിൽ തുടരുന്നത് ആശങ്കയാണ്. റാന്നിയിൽ വെള്ളം ഇറങ്ങിത്തുടങ്ങി. റാന്നി ഇട്ടിയപ്പാറ ടൗണിൽ ജലനിരപ്പ് താഴ്ന്നു. വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിൽ നിന്നും വെള്ളം ഇറങ്ങിത്തുടങ്ങി. ആറന്മുളയിലും ജനവാസ മേഖലകളിൽ നിന്നും വെള്ളം ഇറങ്ങിത്തുടങ്ങി. ശബരിമല വനമേഖലയിൽ മഴയുടെ അളവ് കുറഞ്ഞു. ഇതോടെ പമ്പാ നദിയിലെ ജലനിരപ്പ് കുറയാനാണ് സാധ്യത. ആറന്മുളയിൽ 15 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുകയാണ്. അച്ഛൻകോവിൽ, കക്കാട്, കല്ലാർ നദികളിൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുകയാണ്. റഹേസ് റഷീദും AV ജയശങ്കറുമാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. ആദ്യം ജയശങ്കറിലേക്കാണ്. ജയശങ്കർ, കിടങ്ങന്നൂരിൽ നിന്നാണ് ചേരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. രാത്രി വലിയ മഴയുണ്ടായില്ല എന്നുള്ളത് ചെറിയ ആശ്വാസം തന്നെയാണ്. പക്ഷേ ഒറ്റപ്പെട്ട ശക്തമായ മഴ ജില്ലയിൽ തുടരുന്നു എന്ന് മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് റാന്നിയൊക്കെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം റാന്നി വലിയൊരു ആശങ്കയായി നമ്മുടെ മുന്നിൽ നിൽക്കുകയായിരുന്നു. എന്താണ് ഇപ്പോൾ ഓരോ പ്രദേശത്തെയും സാഹചര്യം? ഈ കിടങ്ങന്നൂരിൽ ഇപ്പോൾ മഴയുണ്ടോ? ജില്ലയിലെ സാഹചര്യം? നദിയിലെ ജലനിരപ്പ് നേരിയ തോതിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിലും ആ വെള്ളം താഴേക്ക് ഇങ്ങനെ ഇറങ്ങുകയാണ്. അതിന്റെ ഒരു പ്രതിഫലനമാണ് കിടങ്ങന്നൂർ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. പുലർച്ചയോടെയാണ് ഞാൻ ഈ നിൽക്കുന്ന ഈ പ്രദേശത്ത് വെള്ളം ഇരച്ചു കയറുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ നിലവിൽ ഈ മുട്ടിന് മുകളിൽ ഇവിടെ വെള്ളമുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. മുട്ടിന് മുകളിൽ വെള്ളമുണ്ട്. ആളുകളൊക്കെ തന്നെ പകുതി വെള്ളത്തിൽ നിൽക്കുകയാണ്. ഈ നമ്മളിവിടെ വരുന്ന ഘട്ടത്തിലാണ് ഈ വീട്ടുകാരൊക്കെ തന്നെ ഈ വീട് മാറുന്ന ഒരു തിരക്കിലൊക്കെ ആയത്. ഇവിടെ എന്തായാലും വെള്ളം ഇങ്ങനെ അരയോളം പൊക്കത്തിലേക്ക് വെള്ളം ഇരച്ചു കയറുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. എന്തായാലും വലിയ ദുരിതം ഈ ആളുകളെ സംബന്ധിച്ചുണ്ടായി. കാരണം ഇന്നലെ ഒന്നും ഇവിടെ വെള്ളം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പമ്പാ നദിയിലെ വെള്ളം ഇറങ്ങുന്നതിന്റെ ഭാഗമായി പ്രദേശത്ത് വലിയ തോതിൽ ഇങ്ങനെ വെള്ളം കയറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഈ അരയോളം വെള്ളം ഈ വീടിനോട് ചേർന്നുള്ള സ്ഥലത്തുണ്ട്. പെട്ടെന്നാണ് ഈ വീട്ടിലേക്ക് ഇത്തരത്തിൽ വെള്ളം ഇരച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അവരൊന്നും അങ്ങനെ ഒരു വെള്ളം കയറുന്ന പ്രതീക്ഷയില്ല. പക്ഷേ ഈ നദിയിലെ ജലം ഇറങ്ങുന്നതിന്റെ ഭാഗമായാണ് ഈ വെള്ളം ഇങ്ങോട്ട് ഒലിച്ചെത്തുന്നതാണ്. എന്തായാലും പൊതുവിൽ ആറന്മുളയിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് കൂടുതൽ മറ്റ് പ്രദേശങ്ങളിലേക്ക് ഇനി ചെങ്ങന്നൂർ വഴിയായിരിക്കും അത് മറ്റ് പ്രദേശങ്ങളിലേക്ക് നീങ്ങുന്നത്. ഈ വീട്ടിലേക്ക് ഇത്രയും വെള്ളത്തിൽ നീന്തിക്കയറി വേണം വരാൻ. ഈ വീടിനുള്ളിലൊക്കെ തന്നെ വെള്ളം പുലർച്ചയോടുകൂടിയാണ്. ഇവർ കിടന്നുറങ്ങുന്ന ഒരു ഘട്ടത്തിലാണ് ഈ വെള്ളം ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഇവരിപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ മാറ്റി ഉള്ള ക്രമീകരണങ്ങളാണ്. നമ്മൾ പെട്ടെന്നല്ലേ വെള്ളം ഇതായി വരുന്നത്. ഇന്നലെ ഒന്നും വെള്ളം ഇല്ല. ഇപ്പോൾ ഇറങ്ങുന്നതിന്റെ ഭാഗമായി കയറുന്ന ആയിരിക്കണം. രാവിലെ കുറച്ച് പിന്നെ വരെ ഇത്ര വെള്ളം ഇല്ലായിരുന്നു. ഒരു 3 മണിയായപ്പോഴാണ് അപ്പോഴേക്ക് അകത്തോട്ട് വെള്ളം കയറാൻ തുടങ്ങിയത്. സാധനങ്ങളൊക്കെ മാറ്റി ഏകദേശമൊക്കെ ഒതുക്കി. എന്തായാലും റോഷിനി, ഈ മഴയുടെ അളവ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ ദുരന്തം അല്ലെങ്കിൽ ദുരിതമൊന്നും അവസാനിച്ചിട്ടില്ല. എല്ലാ സ്ഥലത്തും ഇങ്ങനെ വെള്ളം കയറി കിടക്കുകയാണ്. അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇവരുടെ മാറ്റി. അങ്ങനെ ഒരു 2018 പ്രളയത്തിന് സമാനമായൊരു അവസ്ഥയാണുള്ളത്. ഇന്നലെ വെള്ളമില്ലാത്തൊരു സ്ഥലം കൂടിയായിരുന്നു ഈ വീട്. ഇന്നലെ ഇങ്ങോട്ടേക്ക് വെള്ളം കയറിയിട്ടില്ല. പക്ഷേ രാവിലെ ഒരു 3 മണിയോട് കൂടിയാണ് വെള്ളം ഇരച്ചെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നാലെയാണ് ഇവർ ഈ വീട്ടിൽ നിന്ന് ഈ സാധനങ്ങളൊക്കെ മാറ്റി മുകളിലേക്കൊക്കെ സുരക്ഷിതമായി വെക്കുന്ന ഒരു അവസ്ഥയുണ്ട്. എന്തായാലും ആറന്മുളക്കാരെ സംബന്ധിച്ച് പ്രതിസന്ധി അത് അവസാനിക്കുന്നില്ല. ഇങ്ങനെ പല വീടുകളിലും പലയിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. പക്ഷേ ഇന്നലത്തെ അത്ര വെള്ളം പമ്പാ നദിയിലില്ല എന്നത് വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ്. ജില്ലയിൽ നിരവധി ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉൾപ്പെടെ ഇതിനോട് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. റാന്നി മേഖലയിൽ ഈ വെള്ളക്കെട്ട് ഇറങ്ങിയെന്നത് വലിയ ആശ്വാസമാണ്. ഇന്നലെ റാന്നിയിൽ വെള്ളത്തിലായിരുന്ന പലയിടത്തും ഭാഗികമായി കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ആറന്മുളയിൽ ആ ദുരിതം ഒക്കെ തന്നെ അതുപോലെ തുടരുകയാണ്. ഇപ്പോഴും ആറന്മുളയിലെ പല വീടുകളും ഈ സമാനമായ രീതിയിൽ വെള്ളത്തിലാണുള്ളത്. ഇനി ഈ ആറന്മുളയിൽ നിന്ന് ഈ പമ്പാ നദിയിലെ വെള്ളം അത് ചെങ്ങന്നൂർ മേഖലയിലേക്കാണ് പോകേണ്ടത്. ആ പോകുന്ന വഴിയിൽ പലയിടങ്ങളിലും ഇങ്ങനെ വീടുകളിൽ അപ്രതീക്ഷിതമായി വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് തന്നെ നമ്മൾ അധികം വൈകാതെ ഇവിടെ ഇങ്ങോട്ടേക്കുള്ള റോഡ് മാർഗം ഉൾപ്പെടെ തടസ്സം ഉണ്ടാകുന്ന രീതിയിൽ വെള്ളം കയറുമെന്നാണ് ആളുകൾ പറയുന്നത്. എന്തായാലും പത്തനംതിട്ടയെ സംബന്ധിച്ച് ആ മഴയുടെ കെടുതി, അതിന്റെ പ്രതിസന്ധികൾ ഇപ്പോഴും ഇങ്ങനെ തുടരുകയാണ്. അതിന്റെ പ്രധാന ഘടകം നദികളിലെ ജലനിരപ്പ് തന്നെയാണ്. പ്രത്യേകിച്ച് പമ്പാ നദിയിലെ ജലനിരപ്പ് പൂർണ്ണമായും ഒരു നിയന്ത്രണമാകുന്ന തലത്തിൽ താഴുന്നില്ല. പമ്പാ നദിയിൽ ഇപ്പോഴും ഒരു പ്രളയ സാധ്യത മുന്നറിയിപ്പ് നിലനിൽക്കുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ജാഗ്രത പുലർത്തണമെന്നാണ് പറയുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഭീകരത ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടി ഇരച്ചെത്തിയ വെള്ളം മാത്രമാണിത്. ഇന്നലെയൊന്നും ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു വെള്ളക്കെട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ 3 മണിയോടുകൂടി പമ്പാ നദിയിൽ നിന്ന് ഈ പ്രദേശത്തേക്ക് വെള്ളം. ജയശങ്കർ, ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ നമ്മൾ കണ്ടിരുന്നത് ഈ നഗരങ്ങളിലടക്കം വെള്ളം എങ്ങനെയാണെന്ന് കൂടി അറിയണം. നഗരപ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ടോ? ഇതിപ്പോ നമ്മൾ ഈ ഒരു വീട് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നു അതിന്റെ വ്യാപ്തി. അപ്പൊ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ടോ ഇപ്പൊ എത്ര വീടുകളിലോളം വെള്ളം കയറിയിട്ടുണ്ട്, നഗരത്തിലെ അവസ്ഥ എന്താണ്, അതുകൂടി പറയാമോ?
അതായത് റോഷിനി, ഈ പത്തനംതിട്ടയുടെ ഒരു സ്വഭാവം പൂർണ്ണമായും ഒരു ഗ്രാമ സ്വഭാവമാണ്. പത്തനംതിട്ട നഗരത്തിലേക്ക് ഇത്തരത്തിലൊരു പ്രതിസന്ധി നിലവിലില്ല. അച്ചൻകോവിൽ ആറാണ് പത്തനംതിട്ട നഗരത്തിനോട് ചേർന്ന് പോകുന്നത്. പക്ഷെ ആ നഗരത്തിൽ ആ പ്രതിസന്ധി ഇല്ല. വലിയ പ്രതിസന്ധി ഉള്ളത് പമ്പാ നദി കടന്നു പോകുന്ന പ്രദേശങ്ങളാണ്. അത് പമ്പാ നദി ഇങ്ങനെ ഒഴുകി റാന്നി വഴി ഒഴുകി അത് ആറന്മുളയിൽ എത്തി. പമ്പാ നദി ആറന്മുളയിലെത്തി. അതിനുശേഷം അത് ഇങ്ങനെ ചെങ്ങന്നൂർ വഴി അങ്ങോട്ട് പോകുന്നതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ പമ്പാ നദി എന്ന വഴികൾ കര കവിഞ്ഞത് പമ്പയാണ്. ഈ ജില്ലയെ സംബന്ധിച്ച് പമ്പ കര കവിഞ്ഞത് നമുക്ക് റോഷിനി കാണാം. ഇത് അരയോളം വെള്ളമുണ്ട്. ഈ വെള്ളം ഇനിയും കൂടാനുള്ളൊരു സാധ്യതയും തള്ളിക്കളയാനല്ല. 3 മണിയോട് മാത്രമാണ് ഈ പ്രദേശത്ത് ഇത്രയും വെള്ളം എത്തിയത്. ഇന്നലെ ഒന്നും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലെന്നാണ് ആളുകൾ പറയുന്നത്. എന്തായാലും വലിയ പ്രതിസന്ധിയുണ്ട്. പ്രത്യേകിച്ച് പത്തനംതിട്ട നഗരത്തിൽ കാര്യങ്ങൾ വലിയ കുഴപ്പമില്ല. പക്ഷേ ആറന്മുളയിലും റാന്നിയിലും ഒക്കെ തന്നെ ഇപ്പോഴും ഈ വീടുകളിൽ ഇങ്ങനെ വെള്ളമുണ്ട്. ഒപ്പം തന്നെ ഈ കോന്നി മേഖലയിലൊക്കെ തന്നെ ഇന്നലെ ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവിടെയും ആശങ്ക നിലനിൽക്കുന്നു. എന്തായാലും മഴക്കെടുതികൾ, ഈ മഴയുടെയും മിന്നൽ വെള്ളപ്പൊക്കത്തിൻ്റെയും കെടുതികളൊന്നും പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് മാറിയിട്ടില്ല. എന്തായാലും പരമാവധി ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അപകടത്തിന്റെ വ്യാപ്തി അത് കുറയ്ക്കാനായിട്ടുണ്ട്. ആളുകൾക്ക് മറ്റു തരത്തിലുള്ള ജീവഹാനി ഉണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം അതിൻ്റെ ഒരു ഭീകരത. റോഷിനി, ഇന്ന് രാവിലെ റോഡിലേക്ക് കയറി വന്ന വെള്ളമാണ്. ഇന്നലെയൊക്കെ ഈ റോഡ് സുരക്ഷിതമായി പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയുള്ള റോഡായിരുന്നു. പക്ഷേ വെള്ളം ഇങ്ങനെ ഇരച്ചെത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഇങ്ങോട്ടേക്ക്. ഇന്ന് പുലർച്ചയോടെയാണ് ഇങ്ങനെ ഇത്രയും ശക്തമായ രീതിയിൽ വെള്ളം വരുന്നൊരു അവസ്ഥയുണ്ടായത്. ഈ വെള്ളമൊക്കെ ഇനി ഇറങ്ങിപ്പോകാൻ ഇനിയും മണിക്കൂറുകൾ എടുക്കുമെന്നാണ് പറയുന്നത്. മുമ്പൊന്നും ഇങ്ങനെ വെള്ളം കയറാത്തൊരു 18-ന് ശേഷം പിന്നീട് മഴക്കാലത്തൊന്നും വെള്ളം കയറാത്തൊരു പ്രദേശമൊക്കെയാണ്. ഒരു തട്ടുകട പോലെയുള്ള സംവിധാനമായിരുന്നു അത്. അതൊക്കെ തന്നെ പൂർണ്ണമായും മുങ്ങുന്നൊരവസ്ഥയാണ്. എന്തായാലും ചെറിയ തോതിൽ പമ്പാ നദിയിൽ ജലനിരപ്പ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ജലത്തിൻ്റെ ഒഴുക്കിൻ്റെ ഭാഗമായി മറ്റ് പ്രദേശങ്ങളിലേക്ക് കൂടി ഈ വെള്ളം ഇങ്ങനെ ഒഴുകിയെത്തുന്നൊരവസ്ഥയാണ്. എന്തായാലും വളരെ ഭീകരവും ഒപ്പം തന്നെ വേദനാജനകവുമാണ് റോഷിനി. കാരണം ഈ രാവിലെ 3 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് സാധനങ്ങൾ മാറ്റി ബന്ധുവീട്ടുകളിലേക്കും ദുരിതാശ്വാസ ക്യാമ്പിലേക്കൊക്കെ പോകേണ്ട ഒരു അവസ്ഥ പത്തനംതിട്ട ജനങ്ങളെ സംബന്ധിച്ച് ഇന്നുമുണ്ട്. അത് തുടരുന്നുണ്ട്. ഇനി ഇതെന്ന് ഈ ദുരിതം മാറുമെന്നറിയില്ല. പ്രത്യേകിച്ച് ഈ വനത്തിലൊക്കെ ഇന്നലെ രാത്രിയൊക്കെ ഒറ്റപ്പെട്ട തോതിലുള്ള മഴ പെയ്തു എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഈ വനമേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉരുൾപൊട്ടൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഇനിയും അറിയേണ്ടതുണ്ട്. അത് നേരം പുലർന്നാൽ മാത്രമായിരിക്കും ഈ ശബരിമല കാടുകളിൽ ഉൾപ്പെടെ ഏതെങ്കിലും തരത്തിൽ ഉള്ള വലിയ തോതിലുള്ള മഴയും ഒപ്പം തന്നെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായോ എന്ന് നമുക്ക് കൃത്യമായി അറിയാൻ സാധിക്കുക. അതിനുശേഷമായിരിക്കും അക്കാര്യത്തിലൊക്കെ കുറച്ചുകൂടിയൊരു വ്യക്തത വരിക. എന്തായാലും നിലവിൽ നേരിയ തോതിൽ പമ്പാ നദിയിൽ വെള്ളം കുറഞ്ഞിട്ടുണ്ട്. അതൊരു ആശ്വാസമാണ്. പക്ഷേ പമ്പാ നദിയിൽ നിന്ന് ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് വെള്ളം ഒഴുകുകയാണ്. അതുകൊണ്ട് തന്നെ ആ വെള്ളത്തിൻ്റെ ഒഴുക്ക് ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് നീങ്ങുന്നു. നമുക്ക് ഇരുട്ടാണ്, പക്ഷേ എങ്കിൽ പോലും നമുക്ക് നോക്കുമ്പോൾ വലിയ ഭീകരതയാണ്. ഇങ്ങനെ പലയിടങ്ങളിലും വെള്ളം നിറഞ്ഞ് കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥയാണ്. കൂടുതൽ പേരെ ഇത് ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ 2018 അത്ര ഭീകരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. കഴിഞ്ഞ രാത്രി മഴ വിട്ടുനിന്നതും ഈ വെള്ളത്തിന്റെ അളവ് അതാണ്. രാത്രി ശക്തമായ മഴ പെയ്തില്ല എന്നുള്ളതാണ് നേരിയ ആശ്വാസം. പക്ഷേ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. മാത്രമല്ല പുലർച്ചെ വീടുകൾ വിട്ട ആളുകൾക്ക് ക്യാമ്പുകളിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. ആ വീട് അവിടെ താമസയോഗ്യമായ ഒരു അവസ്ഥയിലല്ല. അപ്പോൾ ആളുകൾ വീട്ടിൽ നിന്ന് ആവശ്യമായ സാമഗ്രികളെല്ലാം എടുത്തുകൊണ്ട് ക്യാമ്പുകളിലേക്ക് മാറേണ്ട ഒരു സാഹചര്യമുണ്ട്. വീടുകളിൽ നിന്നൊക്കെ ഇനി മെല്ലെ വെള്ളം ഇറങ്ങണം. മഴ ഇനി തുടർ മണിക്കൂറുകളിൽ ശക്തമായി പെയ്യാതിരുന്നാൽ വെള്ളം വേഗത്തിൽ ഇറങ്ങും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ഇപ്പൊ ഇതാണ് നിലവിലെ സാഹചര്യം. കിടങ്ങന്നൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജയശങ്കറാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിലെ മറ്റു പ്രദേശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ആറന്മുളയിലേക്ക് പോകുന്നു.